അടുത്തതായിട്ട് ഹ്യുണ്ടായിലേക്ക് വരികയാണെങ്കിൽ GST മറ്റൊക്കെ ശേഷം ഇപ്പോൾ ഹ്യുണ്ടായുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഹ്യുണ്ടായുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് GSTയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ശ്രദ്ധ പുലർത്തുമെന്നും തങ്ങളുടെ വാഹനങ്ങൾക്ക് ഏകദേശം 2.4 ലക്ഷം രൂപ വരെ വില കുറയുമെന്നുമുള്ളൊരു കാര്യം. അതായത് പാസഞ്ചർ വെഹിക്കിൾസിനൊക്കെ ഏകദേശം ഒരു 2.4 ലക്ഷം രൂപ വരെയും ആ ഒരു ലെവൽ വരെയും വില കുറയാം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ ഹ്യുണ്ടായുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. മറ്റ് പല ഓട്ടോ കമ്പനികളും ഇതേപോലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് ഹ്യുണ്ടായി ആണ്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിൽ ഇപ്പോൾ എക്സ്പേർട്സും മറ്റൊക്കെ നോക്കിക്കാണുന്ന പ്രധാനപ്പെട്ടുള്ള ഒരു ടെക്നിക്കൽ ലെവലുകൾ എന്തൊക്കെയാണ്? ഹ്യുണ്ടായെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു സ്റ്റോക്ക് നമുക്കറിയാവുന്നതാണ്. വലിയൊരു IPO ആയിട്ടാണ് മാർക്കറ്റിലോട്ട് വന്നത്. ലിസ്റ്റ് ചെയ്തത് 2024 ഒക്ടോബർ ആ ഒരു മാസത്തിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കാര്യമായ മുന്നേറ്റം ആ ഒരു സമയത്ത് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ട് കാണുന്നില്ല. നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്കിൽ ട്രേഡിംഗ് അപ്പോഴുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ സ്റ്റോക്കിൽ കണ്ടത് മാർച്ചിൽ, ഈ ഒരു മാസം മാർച്ചിൽ ഒരു ബോട്ടം കണ്ട പോലെ ഒരു ടെൻഡൻസി എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ മെയ്, ജൂൺ ആ മാസങ്ങളിലൊക്കെ വലിയ രീതിയിലൊരു കുതിപ്പ് നടത്തി. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത മാസത്തിൽ ഒരു കൺസോൾട്ടേഷനും പിന്നീട് തുടർന്നുള്ള 2 മാസങ്ങൾ നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിൽ സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈക്ക് അടുത്താണ് ട്രേഡിംഗ് തുടരുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഏതായാലും ഡെയിലി ട്രേഡിങ്ങിൽ നമുക്കൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ തന്നെ 2627 എന്നൊരു പ്രൈസ് നമുക്കൊരു ആദ്യ റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. എന്നാൽ സപ്പോർട്ടിലോട്ട് വരുമ്പോൾ നിലവിൽ നമുക്ക് കാണുന്നത് ഇപ്പോൾ ഒരു ആദ്യ സപ്പോർട്ട് 24,039 എന്നൊരു പ്രൈസ് നമുക്കൊരു സപ്പോർട്ടായിട്ട് പരിഗണിക്കാം. പിന്നീട് നോക്കുമ്പോൾ 23,058 എന്നൊരു പ്രൈസുമാണ് നിലവിൽ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്.